വെള്ളക്കെട്ട് ദുരിതം ഒഴിയാതെ പത്തനംതിട്ട തിരുവല്ല മേഖല 3 പഞ്ചായത്തുകളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്താൽ മുങ്ങി. വീടുകളിലുള്ളവർ രണ്ടാം നിലയിലേക്ക് അഭയം തേടിയിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കണ്ണൻ നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കുട്ടനാട്ടിലൊരു ചൊല്ലുണ്ട്, പുരയ്ക്ക് മീതെ വെള്ളം ഉയർന്നാൽ അതിനുമേലെ വള്ളവും കഴുക്കോലും എന്നൊരു ചൊല്ലുണ്ട്. ആ ചൊല്ല് ഇത്തവണ യാഥാർത്ഥ്യമാകുന്നില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കും. തിരുവല്ല സംസ്ഥാന പാതയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു വലിയ തോടിന് സമാനമായ സ്ഥിതിയാണ് ഈ പാതയിലുള്ളത്. ഇത് കുറേയേറെ ദിവസങ്ങളായി, 5 ദിവസത്തിലേറെയായി ഇത് തന്നെയാണ് അവസ്ഥ. വീടുകളിലും അതുപോലെ തന്നെ കടകളിലും ഒക്കെ തന്നെ വെള്ളം കയറുന്ന സ്ഥിതിവിശേഷമാണ്. ഇവിടെ ഏക യാത്രാമാർഗം എന്ന് പറയുന്നത് ട്രാക്ടറിലാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പുഴ ഒഴുകി പോകുന്നത് പോലെ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. വീടുകളിലേക്ക് തന്നെ വെള്ളം ഒഴുകി പോകുന്നു. സമീപത്ത് പമ്പാ നദി കൊണ്ട് പമ്പാ നദിയിൽ നിന്നുള്ള വെള്ളമാണ് ഇത്തരത്തിൽ ഒഴുകി ഓരോ വീടുകളിലേക്കും പോകുന്നത്. പല ആൾക്കാരും വീടുകളുടെ മുകൾ ഭാഗത്ത് കയറിയിരിക്കുന്നു. പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്തുണ്ട്. ഈ നമ്മുടെ തലവടി ഉൾപ്രദേശത്തെ അവസ്ഥ എങ്ങനെയുണ്ട് ചേട്ടാ? ഏതാണ്ട് 4 ദിവസത്തിന് മേളിലായി തലവടി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങൾ വെള്ളം കയറി കിടക്കുകയാണ്. ഒത്തിരി പേരാണ് വീടിന് അകത്ത് കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർ. അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് നിലച്ചു എന്ന് പറയാറായിട്ടില്ല. 4 ദിവസമായി കുട്ടനാടിൻ്റെ എല്ലാ മേഖലകളിലും വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പൊടിയാടിയിൽ നിന്നും വരാനും അതുപോലെ തകഴിയിൽ നിന്നും ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തലവടി, മുട്ടാർ, എടത്തുവ എന്നീ 3 ഗ്രാമപഞ്ചായത്തുകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ വെള്ളപ്പൊക്കം കൊണ്ട് കുട്ടനാടിലെ ജനങ്ങൾക്ക് വളരെ ദുരിതമാണ് അനുഭവിക്കുന്നത്. വീട്ടിലേക്ക് പോവാണോ? എന്താണ് അവസ്ഥ? ലോഡ്ജിലായിട്ട് നിൽക്കുക. എവിടെ വെള്ളം കയറി, ആ വീട് ഇല്ലേ വെള്ളം കയറി നിറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ലോഡ്ജിലോട്ട് മാറി, ചക്കുളത്തിലോട്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഇടറോഡുകളാണ്. അമ്പലപ്പുഴ തിരുവല്ല പാത, ചക്കുളം, അതായത് ഏറ്റവും അടുത്ത് പറഞ്ഞാൽ ചക്കുളം ക്ഷേത്രത്തിന് തൊട്ട് സമീപത്തുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നെടുമ്പ്രം എന്ന് പറയുന്ന പ്രദേശമാണ്. ആ പ്രദേശത്ത് കടകളിൽ വെള്ളം കയറിയിട്ടുണ്ട്, വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. 5 ദിവസമായി ഇവിടുന്ന് വെള്ളം ഇറങ്ങുന്നില്ല. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വലിയ രീതിയിൽ തിര തോട്ടപ്പള്ളി ഭാഗത്ത് ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ട്. 1.8 മീറ്റർ ഉയരത്തിലാണ് തിര ഉയരുന്നത്. എന്നാൽ ഇവിടെ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെയും അളവ് ഏതാണ്ട് 70-80 സെന്റിമീറ്റർ മാത്രമാണ്. അതായത് ഉയർന്ന തിര, ഹൈറ്റൈഡാണുള്ളത്. അതുകൊണ്ട് തന്നെ ഉയർന്ന തിര ആയതുകൊണ്ട് തന്നെ അവിടേക്ക് കടലിലേക്ക് വെള്ളം തിരിച്ച് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കൂടുതലായി ഇത്തരത്തിൽ ഈ വെള്ളക്കെട്ട് നിലനിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ നെടുമ്പ്രം ഭാഗത്തു നിന്ന് ഈ ചക്കുളം ക്ഷേത്രത്തിന് സമീപത്തേക്ക് നമ്മൾ എത്തുന്നതാണ്. ആ സ്ഥലത്തൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഇത് ദിവസങ്ങൾ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയും വളരെയേറെയാണ്. നമ്മൾ ചക്കുളത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ ഏക യാത്രാമാർഗം, അത് ആംബുലൻസ് ആയാലും ബസ്സായാലും സ്കൂട്ടർ ആയാലും ഓട്ടോറിക്ഷ ആയാലും അതിൻ്റെ എല്ലാ ഏക യാത്രാമാർഗം ഇപ്പോൾ ട്രാക്ടറാണ്. രോഗിയായിട്ടുള്ള ഒരു അമ്മയെ നേരെ കസേരയിൽ കയറ്റി നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സമീപത്ത് ഒരു 4-5 കിലോമീറ്റർ അകലേക്ക് പോകുമ്പോൾ ഒരു പ്രാദേശികമായിട്ടുള്ളൊരു ആശുപത്രി ഉണ്ട്. അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്.